ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ മൂന്നാമതും യേശു തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രവചിക്കുന്ന ഭാഗമാണ്. തൻ്റെ 12 ശിഷ്യന്മാരും കൂട്ടി യേശു പറഞ്ഞു, നമുക്ക് യെരൂശലേമിലേക്ക് പോകാം. ദൈവത്തിൻ്റെ ആലയം നിലകൊള്ളുന്നിടത്തേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു പ്രചോദനമാണ് യേശു തൻ്റെ അന്തിമ നിമിഷങ്ങളിൽ ശിഷ്യന്മാരോട് കൽപ്പിക്കുക. പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ജീവിതത്തിൽ നിറവേറേണ്ട സമയമായിരിക്കും. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണതപ്പെടുത്തി മടങ്ങിച്ചെല്ലാനുള്ള അവസരത്തെയാണ് അന്തിമ നിമിഷം എന്നൊക്കെ പറയാം. യേശുവിൻ്റെ മാറോട് ചേരാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴതകൾ തുടുമ്പുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്കായി ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യേകം കരുതി കൊടുത്ത അളവും കുറിയുമുള്ള സ്ഥാനമാണ് യെരൂശലേം. അത് ദേവാലയാനുഭവമാണ്. അവിടെ അനേകർ കരയുന്നവരായി, ആവശ്യങ്ങൾ നിറവേറാൻ വരുന്നവരായി, അനേകർ തങ്ങളുടെ പാപങ്ങളെ പ്രതി പശ്ചാത്താപിച്ച് വിലാപമതിലിലേക്ക് ഞെട്ടി മുട്ടിക്കുന്നവരായി, ഹോമയാഗങ്ങളും പാപയാഗങ്ങളും പാപപരിഹാര യാഗങ്ങളൊക്കെ നടത്തി തങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകളെ പ്രതി ദൈവസന്നദ്ധിയിൽ എല്ലാം സമർപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം. യേശു പറയുക, എന്നെ അവർ പിടിക്കും, അവർ തുപ്പും, അവരെന്നെ തല്ലും, അവരെന്നെ കൊലക്കേൽപ്പിക്കും, അവരെ ക്രൂശിൽ തറച്ച് എന്നെ അടക്കത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് 3-ാം നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാ. ദൈവത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വരുന്നവർക്ക് തുപ്പലുണ്ടെന്ന്, ദൈവത്തിൻ്റെ സാക്ഷ്യത്തിലേക്ക് വരുന്നവർക്ക് അപമാനം ഏൽക്കേണ്ടി വരുമെന്ന്, ദൈവത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക് വരുമ്പോൾ ഈ ലോകം എന്നെ നിങ്ങളെ അപമാനിക്കുമെന്നൊക്കെ യേശു ഓർമ്മപ്പെടുന്ന ഒരു വലിയൊരു സാക്ഷ്യവചനമാണ് ഈ ഭാഗത്ത് നാം വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ഓടിയെത്തുമ്പോൾ അപമാനം സഹിക്കാനും തീഷ്ണതയോടെ അപമാനങ്ങളുടെ മുമ്പിൽ ലജ്ജിക്കാതെ മുന്നോട്ട് പോകാനുള്ള ബലം പ്രാപിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി നമ്മളിൽ വർഷിക്കുമ്പോൾ തീർച്ചയായും ഇതിനെ അഭിമുഖീകരിക്കാനുള്ള മാനസിക ബലം, ആത്മീയ ബലം, ഒപ്പം നടന്നു ചെല്ലാനുള്ള ബലം, ഉൾക്കാഴ്ചയുടെ സൽക്കാഴ്ച കാണുവാനുള്ള അനുഭവം, ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കും. ഒറ്റപ്പെട്ടു പോയവർക്കും നിരാലംബരായവർക്കൊക്കെ ഈ യെരൂശലേം പ്രാർത്ഥനയുടെ സാക്ഷ്യമാണ്. യേശു പറയുക, അടി കൊണ്ടിട്ടും അപമാനിക്കപ്പെട്ടിട്ടും തുപ്പലേറ്റിട്ടും തറയ്ക്കപ്പെട്ടിട്ടും അടക്കപ്പെട്ടിട്ടും എല്ലാവരും ഉപേക്ഷിച്ചു പോയിട്ടും ഉയർത്തെഴുന്നേറ്റവനായി ഞാനിപ്പം നിലകൊള്ളുകയാണ്. നമുക്കും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കരുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മൺമറഞ്ഞു പോയ പൂർവികരുടെ നിദ്രാസങ്കേതമാകുന്ന പറുദീസയുടെ നിത്യജീവന്റെ സാക്ഷികളാകാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ സ്മരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.